വെൽക്കം ബാക്ക് ടു സാർ. എല്ലാവർക്കും സ്വാഗതം. യെസ് മക്കളെ, നമ്മുടെ പ്ലസ് 1 CS എക്സാം വന്നത് ക്രിസ്മസ് കഴിഞ്ഞിട്ട് വളരെ റെസ്റ്റ് നിങ്ങൾക്ക് എടുത്തിട്ട് വളരെ ഫ്രീ ആയിട്ട് എഴുതുന്നത് ജനുവരി 6 എക്സാം ഇട്ടേക്കുന്നത്. അപ്പൊ അത്രയധികം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. കാരണം നിങ്ങൾ വിചാരിക്കും അയ്യോ അത് വലിയ ചതിയായി പോയല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ അത് ചതിയല്ല. കാരണം എന്താണ്, നിങ്ങൾക്ക് അത്രയും പഠിക്കാൻ സമയം കിട്ടുന്നുണ്ട്. മാത്രമല്ല ഈ എക്സാം കഴിഞ്ഞ ഉടനെ നിങ്ങൾ എന്താണ് മെമ്മറിയിൽ അത് കാണും. കാരണം തൊട്ടടുത്ത എക്സാം എന്താണ്, പബ്ലിക് എക്സാം, മോഡൽ എക്സാം, പബ്ലിക് എക്സാം ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് പഠിച്ചെടുക്കാൻ പറ്റിയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു ജനുവരി 6 നല്ലൊരു ടൈം ആണെന്ന് ഞാൻ പറയാൻ റീസൺ എന്ന് പറഞ്ഞാൽ മറ്റുള്ള സബ്ജക്റ്റിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു ഡിസ്റ്റർബൻസ് ആവത്തില്ല. കാരണം മറ്റുള്ള നമ്മുടെ കോർ സബ്ജക്റ്റുകളൊക്കെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അങ്ങനെയുള്ള സബ്ജക്റ്റുകളൊക്കെ പഠിക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഇത് കൊണ്ടുവെക്കുമ്പോൾ എല്ലാം കൂടെ ഒരു ബേർഡൻ ആയിട്ട് വരും. അപ്പൊ ആ ഒരു ഏറ്റവും വലിയൊരു ബേർഡൻ എന്താണ് കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. സോ അപ്പൊ നമുക്ക് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിലബസ് ആണ്, കംപ്ലീറ്റ് സിലബസ്. അതായത് നമുക്ക് എന്താണ് നിങ്ങളിപ്പോൾ ഈ ഒരു പ്ലസ് 1 CS പഠിക്കുന്നുള്ള എന്തൊക്കെ കണ്ടന്റ്സുകളാണ് പഠിക്കേണ്ടത്. അതായത് ഞാനിപ്പോൾ ഒരു കണ്ടന്റ് സിലബസ് തരികയാണ്. ആ സിലബസ് നിങ്ങൾ ഫോളോ ചെയ്യുക. അതായത് ഇതിന്റെ ഒരു PDF ഫോർമാറ്റ് കമ്മ്യൂണിറ്റിയിൽ ഇടും. അപ്പോൾ അത് പ്രിന്റ് എടുത്തിട്ട് ജസ്റ്റ് ഒരു ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. അതായത് ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ അത് പഠിക്കാനുള്ള സമയം കൂടിയാണിത്, അതിനുള്ളൊരു അവസരമാണിത്. സോ അപ്പൊ നിങ്ങൾ ചോദിക്കും സാറേ ടെക്സ്റ്റ് ബുക്ക് ഫുൾ ഉണ്ടല്ലോ. ടെക്സ്റ്റ് ബുക്ക് ഫുള്ളൊന്നും ഇല്ല. അപ്പൊ അതിനകത്ത് നമുക്ക് പഠിക്കാൻ ആവശ്യമുള്ള എക്സാം വ്യൂ പോയിന്റിൽ ഫുൾ മാർക്ക് കിട്ടേണ്ട ടോപ്പിക്സുകളെല്ലാം സാറ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ചിലപ്പോൾ എന്താണ്, നിങ്ങൾക്ക് പുസ്തകം വായിച്ച് പെട്ടെന്ന് കിട്ടുമോ? പുസ്തകം എന്താണ് ഒരു ഇങ്ങനെ നമുക്ക് ഒരു സ്കാറ്റേഡ് ആയിട്ട് കിടക്കുന്ന ഒരു ഐറ്റം ആണില്ല, നമുക്ക് പെട്ടെന്ന് കിട്ടത്തില്ല. അപ്പൊ അത് ഒന്ന് സോർട്ട് ചെയ്ത് തന്നേക്കുവാണ് ഈ കാര്യങ്ങൾ എന്ന് പറഞ്ഞാല്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓരോ ചാപ്റ്റർ വൈസ് നോക്കാം. ഫസ്റ്റ് ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം? നമ്പർ സിസ്റ്റം പഠിക്കണം അല്ലെ. നമ്മുടെ ഗ്രീക്ക് നമ്പർ സിസ്റ്റം, സുവേർ നമ്പർ സിസ്റ്റം, പിന്നെ മായ നമ്പർ സിസ്റ്റം, അതിന്റെ എല്ലാ ഡിസ്ക്രിപ്ഷൻസിനും പഠിക്കണം. നെക്സ്റ്റ് എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ് മെഷീൻ, ഓക്കെ, അബാക്കസ്, ജാക്കോഡലുംസ, ഡിഫറൻസ് എഞ്ചിൻ, അനലിറ്റിക്കൽ എഞ്ചിൻ, അങ്ങനെയുള്ള മാർക്ക് 1. അപ്പൊ അങ്ങനെയുള്ള ഡിവൈസസിനെ കുറിച്ച് ഡീറ്റെയിൽ പഠിക്കണം. ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ അത് കംപ്ലീറ്റ് തന്നെ, കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ കൂടിയാണ്. നെക്സ്റ്റ് എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് പറയുന്നതാണ് ഡേറ്റ റെപ്രസെന്റേഷന്റെ ബൂളിയൻ ആൾജിബ്ര എന്നൊരു ചാപ്റ്റർ. അതിൽ നിന്നാണെങ്കിൽ നമ്പർ സിസ്റ്റം കൺവർഷൻസ് പഠിച്ചിരിക്കണം അല്ലെ. നമ്പർ സിസ്റ്റം കൺവർഷൻസ്, ഡേറ്റ റെപ്രസെന്റേഷൻ, അതായത് നമ്പർ സിസ്റ്റം കൺവർഷൻ ഉണ്ട്. നമ്പർ സിസ്റ്റം എന്താണെന്നുള്ള ബൈനറി, ഡെസിമൽ, ഒക്ടല്, ഹെക്സാഡെസിമൽ, പിന്നെ അതിന്റെ കൺവർഷൻ, ഡെസിമൽ ടു ബൈനറി കൺവർഷൻ, അങ്ങനെയുള്ള കുറെ കൺവർഷൻസ് ഉണ്ട് അല്ലേ. ആ കൺവർഷൻസ് എല്ലാം പഠിച്ചിരിക്കണം. സോ ഡേറ്റ റെപ്രസെന്റേഷൻ, ബൈനറി അഡിഷൻ, ബൈനറി സബ്സ്ട്രാക്ഷൻ അത് പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ബൂളിയൻ ആൾജിബ്ര, ആൻഡ്, ഓർ, നോട്ട്, ഈ കാര്യങ്ങൾ പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ലോസ്, ഡിമോർഗൻ തിയറംസ്, അതുപോലുള്ള ലോസുകളുണ്ട്. ലോസുള്ള ഒരു ബോക്സ്, അഡിറ്റീവ് ഐഡന്റിറ്റി ലോ, മൾട്ടിപ്ലിക്കേറ്റ് ഐഡന്റിറ്റി, നിങ്ങളെ ലോസ് പഠിച്ചിരിക്കണം. ലോസ് ഫുൾ അത് 1 മാർക്കിന് പഠിക്കും. അതിന്റെ പ്രൂഫ് പഠിക്കുന്ന നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് പിന്നെ നമ്മുടെ ബേസിക് ഗേറ്റ്സ്, ആൻഡ്, ഓർ, നോട്ട് ഗേറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഏതൊക്കെ ഉപയോഗിച്ചിട്ട്, നാൻഡ്, നോർ ഉപയോഗിച്ചിട്ടുള്ള അതും പഠിച്ചിരിക്കണം കേട്ടോ. അപ്പൊ ഇത്രയും ടോപ്പിക്സുകളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത്. വൈ സാർ എന്തുകൊണ്ടാണ് ഇത് പറയുന്ന റീസൺ എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടുപോകാനായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ടഫായിട്ട് വരികയാണ്. വൈ, എന്തുകൊണ്ട് ടഫായിട്ട് വരുന്നു? നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആക്കുന്നില്ല. നമ്മളൊരു കോൺസെപ്റ്റ് കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ വളരെ എല്ലാം, ഇപ്പൊ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുകയാണ്. ആ കോൺസെപ്റ്റ് വൃത്തിയായിട്ട് പഠിക്കുകയാണെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് ഏതൊക്കെ തരത്തിൽ ക്വസ്റ്റ്യൻസ് വെച്ചാൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഏത് അധ്യാപകരും ആണെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് ഇട്ടോട്ടെ, നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിച്ചിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഹു ഈസ് ദ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ? ഏത് കൊച്ചു പിള്ളേർ ആൻസർ ചെയ്യും? ചാൾസ് ബാബേജ് ആൻസർ ചെയ്യും. തൊട്ടടുത്ത ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, വൈ ഈസ് ഹി കോൾഡ് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ? എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് വിളിക്കാൻ കാരണം നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കുന്നുണ്ട്, ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ് പഠിക്കുന്നുണ്ട്, അനലിറ്റിക്കൽ എഞ്ചിനും ഡിഫറൻസ് എഞ്ചിനെയും പഠിക്കുന്നുണ്ട്. അപ്പൊ ഡിഫറൻസ് എഞ്ചിന്റെയും അനലിറ്റിക്കൽ എഞ്ചിന്റെയും കണ്ടുപിടുത്തത്തോടു കൂടിയാണ് ഇദ്ദേഹത്തെ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് വിളിക്കാൻ റീസൺ. ഓക്കെ, പക്ഷേ നമ്മൾ എന്ത് ചെയ്ത്, നമ്മളാണെങ്കിൽ പഠിച്ചപ്പോൾ എന്താണ്, ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചു, ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ചാൾസ് ബാബേജ്. അതായത് അതിനകത്ത് ആ അനലിറ്റിക്കൽ എഞ്ചിൻ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്തുള്ള ഒരൊറ്റ സെന്റൻസ് മാത്രം പഠിച്ചു. എന്താണ്? സോ he is called father of computer. So he is called father of computer. സോയ്ക്ക് മുന്നേ കുറച്ച് ഹിസ്റ്ററി കിടപ്പുണ്ട്, അത് പഠിച്ചില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ പഠിച്ചുമായിരിക്കും, എന്താണ് ഈ പറഞ്ഞ ഡിഫറൻസ് എഞ്ചിൻ പഠിച്ചു കാണും, അനലിറ്റിക്കൽ എഞ്ചിൻ പഠിച്ചു കാണുമായിരിക്കും. ആ ഡിഫറൻസ് എഞ്ചിനും അനലിറ്റിക്കൽ എഞ്ചിനും ആണ് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് ഇദ്ദേഹത്തെ വിളിക്കാൻ റീസൺ ആരും പഠിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് വൃത്തിയായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ
ഉറപ്പായിട്ടും ഇന്ത്യയിലുള്ള ഏത് അധ്യാപകർ ക്വസ്റ്റ്യൻസ് ഇട്ടോട്ടെ നമുക്കത് സോൾവ് ചെയ്യാൻ സാധിച്ചിരിക്കും. ഓക്കെ, ഉറപ്പാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ചാപ്റ്റർ ആണ് കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്താണെങ്കിൽ പ്രൊസസ്സർ, ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ്, പോർട്സ് നെയിം, പോർട്സിന്റെ ഫുൾ ഫോംസ് ഒക്കെ പഠിച്ചിരിക്കും കേട്ടോ. പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി. പ്രൈമറി മെമ്മറിക്കകത്ത് റാം റോം ഡിഫറൻസ് പഠിച്ചിരിക്കണം. ദെൻ സെക്കൻഡറി മെമ്മറിയുടെ എക്സാമ്പിൾസ്, അതിന്റെ ഡിസ്ക്രിപ്ഷൻസ് അധികം ഒന്നുമില്ല, എക്സാമ്പിൾസ് പഠിച്ചിരിക്കും കേട്ടോ. നെക്സ്റ്റ് ഇൻപുട്ട് ഡിവൈസ്, ഏതെങ്കിലും ഒരു 5 ഇൻപുട്ട് ഡിവൈസ് മിനിമം പഠിച്ചു വെച്ചേക്കുക. നെക്സ്റ്റ് ഔട്ട്പുട്ട് ഡിവൈസസ്, അതും പഠിച്ചു വെച്ചേക്കുക. നെക്സ്റ്റ് ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സുകൾ, ഓക്കെ, അതൊന്ന് പഠിച്ചിരിക്കുക. നെക്സ്റ്റ് ഗ്രീൻ കമ്പ്യൂട്ടിങ് അപ്രോച്ചസ് പഠിച്ചിരിക്കുക. സിസ്റ്റം സോഫ്റ്റ്വെയർ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നും സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നും ക്ലാസിഫൈ ചെയ്യാം, അത് പഠിച്ചിരിക്കുക. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചിരിക്കുക ഈ ഒരു ചാപ്റ്റർ ചെയ്യുന്നത് കേട്ടോ. യെസ്, നെക്സ്റ്റ് അടുത്ത ചാപ്റ്റർ വരികയാണെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ചാപ്റ്റർ ആണ്. പ്രോബ്ലം സോൾവിംഗ് അപ്രോച്ചസ് എന്നാണ്, ടോപ്പ് ഡൗൺ അപ്രോച്ച്, ബോട്ടം അപ്പ് അപ്രോച്ച്, അത് പഠിച്ചിരിക്കുക. ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് അത് ലിസ്റ്റ് ചെയ്ത് പഠിച്ചിരിക്കുക. അൽഗോരിതം, ഫ്ലോ ചാർട്ട്, അതിന്റെ എക്സാമ്പിൾസ് പഠിച്ചിരിക്കുക. അൽഗോരിതം, ഫ്ലോ ചാർട്ട്, അതിന്റെ എക്സാമ്പിൾസ് ഒന്ന് പഠിച്ചിരിക്കുക. നെക്സ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു C++ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ ചെറിയൊരു ചാപ്റ്റർ ആണ്. ക്യാരക്ടർ സെറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ടോക്കൺസ് വിത്ത് എക്സ്പ്ലനേഷൻ, ടോക്കൺസ് 5 ഉണ്ട്. കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ്, ലാസ്റ്റ് വൺ ഈസ് ഓപ്പറേറ്റേഴ്സ്, അത് വൃത്തിയായിട്ട് പഠിച്ചിരിക്കുക. എക്സാമ്പിൾസ് ആയത് വൃത്തിയായിട്ട് പഠിച്ചിരിക്കുക. അതായത് ഞാനിപ്പോൾ പറയുന്ന പറഞ്ഞാല് ഈ ഒരു ടോപ്പിക്സ്, ഞാൻ പറയുന്ന ടോപ്പിക്സിൽ ഏതെങ്കിലും ടോപ്പിക് നിങ്ങൾ മിസ്സായെങ്കിൽ അത് പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അതിന്റെ ലൈവ്സുകൾ, നമ്മുടെ മാരത്തോൺ ലൈവ് വരുന്നുണ്ട്. ആ മാരത്തോൺ ലൈവിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ അത് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ ഒരിക്കലും ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചില്ല. നെക്സ്റ്റ് ഡേറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. ഡേറ്റ ടൈപ്സ് അതിന്റെ ക്ലാസിഫിക്കേഷൻസ്, ഫണ്ടമെന്റലി, യൂസർ ഡിഫൈൻഡ്, ഡിറൈവ്ഡ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫണ്ടമെന്റൽ ആണ്. മറ്റു 2 പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നെക്സ്റ്റ് വേരിയബിൾ, പാർട്സ്, വേരിയബിളിന്റെ 3 പാർട്സ്, വേരിയബിൾ നെയിം, മെമ്മറി ലൊക്കേഷൻ, കണ്ടന്റ്, എൽ വാല്യൂ, ആർ വാല്യൂ, ആ കാര്യങ്ങൾ പഠിച്ചിരിക്കുക. അതിന്റെ ഒരു ഫിഗറും പഠിച്ചിരിക്കും കേട്ടോ. ഓപ്പറേറ്റേഴ്സ് ബേസ്ഡ് ഓൺ ഓപ്പറാൻസിന്റെ ബേസ്ഡ് ഓൺ വേരിയബിൾസിന്റെ ബേസ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. യൂണറി, ബൈനറി, ടെർണറി ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ബേസ്ഡ് ഓൺ ബിഹേവിയറിന്റെ ബേസ് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, എന്താണ് ഈ പറഞ്ഞ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ്, അരിത്തമെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്, അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻസ് എല്ലാം പഠിച്ചിരിക്കുക. പിന്നെ എക്സ്പ്രഷൻ, അരിത്തമെറ്റിക് എക്സ്പ്രഷൻ, റിലേഷണൽ എക്സ്പ്രഷൻ, ലോജിക്കൽ എക്സ്പ്രഷൻ, ഫ്ലോട്ടിംഗ് പോയിന്റ് എക്സ്പ്രഷൻ, ഈ കാര്യങ്ങളെല്ലാം പഠിച്ചിരിക്കുക. പിന്നെ കാസ്കേഡിംഗ്, IO ഓപ്പറേറ്റേഴ്സ്, ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്, ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്, ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്, ഓക്കെ, അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്, 4 എക്സാമ്പിൾസ് ഒന്നും പഠിച്ചിരിക്കുക. സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാം, അതിന്റെ സ്ട്രക്ചർ, സിൻടാക്സ് പഠിച്ചിരിക്കുക. ഹാഷ് ഇൻക്ലൂഡ്, ഹെഡർ ഫയൽ, യൂസ് നെയിം സ്പേസ്, ഐഡന്റിഫയർ, ഇന്റെ മെയിൻ ഫംഗ്ഷൻ, കേർലി ബ്രേസ് ഓപ്പൺ ചെയ്തു, എക്സെട്ര, റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്, കേർലി ബ്രേസ് ക്ലോസ് ചെയ്തു. അപ്പോൾ ആ ഒരു എന്താ പറയാ, ആ ഒരു സിൻടാക്സ് പഠിച്ചിരിക്കുക. അത് കൂടാതെ തന്നെയാണെങ്കിൽ അതിന്റെ സ്ട്രക്ചർ, ഇപ്പൊ എന്താണ് വാട്ട് മേ ബി പ്രീ പ്രോസസ് ഡയറക്ടറി സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, അതിനെക്കുറിച്ച് പഠിച്ചിരിക്കുക. പിന്നെ ഹെഡർ ഫയൽ എന്താണ് പഠിച്ചിരിക്കുക. അപ്പൊ ആ ഒരു ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും പഠിച്ചിരിക്കുക കേട്ടോ. നെക്സ്റ്റ് പ്രോഗ്രാംസ്, C++ പ്രോഗ്രാം, സിമ്പിൾ പ്രോഗ്രാംസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഫോളോ ചെയ്തിരിക്കുക പഠിക്കുക. ദെൻ കോൺസ്റ്റ് കീവേഡിന്റെ യൂസ്, എക്സാമ്പിൾസ് അതും പഠിച്ചിരിക്കുക. ടൈപ്പ് കൺവേർഷൻസ്, എക്സാമ്പിൾസ് അതും തന്നെ പഠിച്ചിരിക്കുക കേട്ടോ. യെസ്, ഇതൊന്നും നമ്മൾ പഠിപ്പിക്കത്തില്ലെന്നല്ല കേട്ടോ. ഇതിൽ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്തിരിക്കുക, ഒന്ന് ജസ്റ്റ് കരുതിയിരിക്കുക. ചില ആൾക്കാർ പറയും, സാറേ എക്സാമിന് തലേന്ന് നിന്നിട്ടാണ് ഇത് പറയുന്നത്. ഞാൻ എക്സാമിന് കുറേ ദിവസം മുന്നെയാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് പഠിക്കാൻ അവസരമുണ്ട്. ഇത് നിങ്ങൾ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കുക കേട്ടോ. നെക്സ്റ്റ് നോക്കാം, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞ ഒരു അത്യാവശ്യം വലിയ ചാപ്റ്റർ ആണ്. സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സിലൊക്കെയാണ് അതിന്റെ ഇഫ്, എൽസ്, നെസ്റ്റഡ് ഇഫ്, എൽസ്, ഇഫ്, ലാഡർ, സ്വിച്ച്, അതിന്റെ സിൻടാക്സ് വിത്ത് എക്സാമ്പിൾ. സിൻടാക്സ് വിത്ത് എക്സാമ്പിൾ തന്നെ പഠിക്കണം. അതല്ല പഠിക്കാൻ നിങ്ങൾ പോകല്ല്, അത് വലിയ പാടാ. പിന്നെ അതിന്റെ സ്വിച്ച്, എൽസ്, ഇഫ്, ഡിഫറൻസ്. പിന്നെ ഒരു ആയിട്ട് കണ്ടീഷണൽ ഓപ്പറേറ്റർ, ടെർണറിയുടെ ഒരു എക്സാമ്പിൾ ആണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. അതിന്റെ സിൻടാക്സും ഒരു എക്സാമ്പിൾ പഠിച്ചിരിക്കണം. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ്, സിൻടാക്സ്, എക്സാമ്പിൾ, അതിന്റെ പ്രോഗ്രാംസുകൾ പഠിച്ചിരിക്കുക. ജമ്പ് സ്റ്റേറ്റ്മെന്റ്സ്, നെസ്റ്റഡ് ലൂപ്പ് കേട്ടോ. അപ്പൊ ഇത്രയും ജമ്പ് സ്റ്റേറ്റ്മെന്റ്സ്, ബ്രേക്ക്, കണ്ടിന്യൂ, ഗോ ടു. ബ്രേക്ക് കണ്ട് ഡിഫറൻസ് പഠിക്കുന്ന നല്ലതാണ്. വിത്ത് എക്സാമ്പിൾ, സൂട്ടബിൾ എക്സാമ്പിൾ ഇട്ട് പഠിക്കുന്ന കുറച്ച് നല്ലതാണ്. അത് നോക്കി വെച്ചേക്കുക. നെക്സ്റ്റ് അറേസ് എന്ന് പറയുമ്പോൾ അറേയുടെ ഇൻട്രൊഡക്ഷൻ, ഡെഫിനിഷൻ എന്താണ്. അറേ മീൻസ് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് എലമെന്റ്സ് ദാറ്റ് സ്റ്റോർഡ് ഇൻ എ കോണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസ്. ആ ഒരു സിൻടാക്സ് പഠിച്ചിരിക്കുക. ദെൻ പിന്നെ അടുത്ത് എന്താണ് അതിന്റെ ആക്സസിങ് എലമെന്റ്സ് ഓഫ് എൻ അറേ, എങ്ങനെയാണ് നമ്മുടെ സീറോത്ത് ഇൻഡെക്സ് വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്.
അപ്പോൾ ആ ഒരു എക്സാമ്പിൾ പഠിച്ചിരിക്കുക. പിന്നെ ഫൈൻഡ് ടോട്ടൽ ബൈറ്റ്സ് ഓഫ് എൻ അറേ അത് കണ്ടുപിടിക്കുക. പിന്നെ ട്രാവേഴ്സൽ ഓഫ് എൻ അറേ, ഡിക്ലറേഷൻ ആൻഡ് ഇനിഷ്യലൈസേഷൻ ഓഫ് എൻ അറേ, റിവേഴ്സൽ പ്രിന്റിംഗ് C++ പ്രോഗ്രാം, ഈ കാര്യങ്ങൾ പഠിച്ചിരിക്കുക. പിന്നെ അൽഗോരിതംസ്, ബബിൾ സോർട്ട്, സെലക്ഷൻ സോർട്ട്, ലീനിയർ സെർച്ച്, ബൈനറി സെർച്ച്, ഈ കാര്യങ്ങൾ പഠിച്ചിരിക്കുക. 2D അറേസ്, ഡെഫിനിഷൻ, എക്സാമ്പിൾസ്, ഈ കാര്യങ്ങൾ പഠിച്ചിരിക്കുക. മൾട്ടി ഡയമെൻഷണൽ അറേ ഡെഫിനിഷൻ കാര്യങ്ങൾ പഠിച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ആൻഡ് IO ഫംഗ്ഷൻസ്, ലാസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ലാസ്റ്റ് ചാപ്റ്റർ ആണ്. സ്ട്രിംഗ് മെമ്മറി ലൊക്കേഷൻ, സ്ട്രിംഗ് മെമ്മറി അലോക്കേഷൻ. നമ്മുടെ ടോട്ടൽ ബൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് പ്ലസ് നൾ ക്യാരക്ടർ ആയിരിക്കും, അതിൻ്റെ ഒരു ഫിഗർ വെച്ചിട്ടുള്ള പഠിച്ചിരിക്കുക. പിന്നെ മെമ്മറി സൈസ്, അതായത് നമ്മുടെ ഈ പറഞ്ഞ സൈസ് കൊടുത്ത്, അതായത് നമ്മുടെ ഈ പറഞ്ഞ ഡിക്ലറേഷൻ സൈസ്, ക്യാരക്ടേഴ്സിന്റെ സൈസ് കൊടുത്തും സൈസ് കൊടുക്കാതെ ഉള്ളു അല്ലേ, അത് ഇങ്ങനെ KRS ഓഫ് ഇങ്ങനെ സൈസ് കൊടുക്കാതെയും സൈസ് കൊടുത്തുള്ള ഡിഫറൻസ് ആര് പഠിപ്പിച്ചിട്ടുണ്ട്, അതൊന്ന് നോക്കിയിരിക്കുക. നെക്സ്റ്റ് ഗെറ്റ്സ് ഫംഗ്ഷൻ, പുട്സ് ഫംഗ്ഷൻ ഡിഫറൻസ്, ഗെറ്റ്സ് ഫംഗ്ഷൻ, സീൻ, ഗെറ്റ്സ് ഫംഗ്ഷൻ, പുട്സ് ഫംഗ്ഷൻ പഠിക്കുക. അതിനകത്ത് സീൻ കൊടുക്കുമ്പോൾ എന്താണ്, ഒരു സ്ട്രിംഗ് ഉപയോഗിച്ച് നമ്മൾ ഒരു സ്ട്രിങ്ങിനെ അലോക്കേറ്റ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ ഔട്ട്പുട്ട് വരുന്നത്, ആ കാര്യം പഠിച്ചിരിക്കുക. സ്ട്രീം ഫംഗ്ഷൻസ്, ഓക്കെ, ഗെറ്റ് ഫംഗ്ഷൻ, ഗെറ്റ് ലൈൻ ഫംഗ്ഷൻ, ഇൻപുട്ട് ഫംഗ്ഷൻസ് വരുന്നതാണ്. പുട്ട് ഫംഗ്ഷൻ, റൈറ്റ് ഫംഗ്ഷൻ, ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് വരുന്നത് അല്ലേ. നെക്സ്റ്റ് പ്രോഗ്രാംസ്, C++ പ്രോഗ്രാംസ് പഠിച്ചിരിക്കുക. അതിനകത്ത് മറ്റേ വൗവൽസിനെ കൗണ്ട് ചെയ്യുന്നൊരു പ്രോഗ്രാം ഒക്കെ ഉണ്ട് കേട്ടോ, അതൊന്ന് പഠിച്ചിരിക്കുക, നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ള വളരെ, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു +1 CS-നകത്തുള്ള ഈ ചാപ്റ്റേഴ്സിനകത്ത് നമുക്ക് പഠിക്കുന്ന ടോപ്പിക്സുകൾ. അപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഞാൻ ചാപ്റ്റർ ഫുള്ള് പറയുക അല്ലെങ്കിൽ പറഞ്ഞു പോകുക എന്നുള്ള ഉദ്ദേശമല്ല. അതായത് നിങ്ങൾ ഇതിനകത്ത് ഏതെങ്കിലും ടോപ്പിക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പഠിക്കാനുള്ളൊരു സമയം കൂടിയാണ്. അതുകൊണ്ട് വേഗം തന്നെ ഈ കാര്യങ്ങൾ നോക്കി പഠിക്കുക. നമുക്ക് പ്രീവിയസ് ലൈവ്സുകളുണ്ട്, അതല്ലാതെ തന്നെയാണെങ്കിൽ അഗ്നി ബാച്ചിൽ നമ്മുടെ ക്ലാസ്സുകൾ കിടപ്പുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇനി നമ്മുടെ മെഗാ മാരത്തോൺ വരുന്നുണ്ട്. മെഗാ മാരത്തോൺ എല്ലാ കംപ്ലീറ്റ് കാര്യങ്ങൾ, അതായത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ ഈ ചാപ്റ്റർ മുതലുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിന്റെ മാത്രമല്ല, അതിന്റെ കൂടെ ക്വസ്റ്റ്യൻസുകളും ഏതൊക്കെ തരത്തിൽ വരാമെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. മാരത്തോൺ ലൈവുകളിൽ നിങ്ങളൊന്ന് പഠിച്ച് കരുതിയിരിക്കുക. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒരു ഓവർവ്യൂ കാര്യങ്ങൾ കേട്ടിരിക്കുക. അല്ലെങ്കിൽ മാരത്തോൺ ലൈവിൽ പഠിക്കാനായിട്ട് ഇരിക്കരുത്. നിങ്ങൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് ലൈവിലോട്ട് വരും കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് കേസ്.